നമസ്കാരം. ആന്ധ്രാപ്രദേശിലെ ഏറ്റവും പുതിയ വ്യോമയാന കേന്ദ്രം ഭോഗപുരത്തെ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളം 2026 ഓഗസ്റ്റ് 1 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ആന്ധ്രാപ്രദേശിൻ്റെ വിഭജനത്തിന് ശേഷം നിർമ്മിച്ച ആദ്യത്തെ ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. തരംഗപ്രചോദിത മേൽക്കൂര രൂപകൽപ്പനയ്ക്കൊപ്പം AI ബയോമെട്രിക് പ്രോസസ്സിംഗ്, ഓട്ടോമേറ്റഡ് ബാഗേജ് ഹാൻഡ്ലിംഗ് സിസ്റ്റം പോലുള്ള സാങ്കേതിക വിദ്യയും ഉൾപ്പെടുന്നു. ഇതിൻ്റെ ടെർമിനൽ മേൽക്കൂരയ്ക്ക് ഫ്ലൈയിങ് ഫിഷ് മാതൃക നൽകിയതിലൂടെ പ്രതിനിധീകരിക്കുന്നത് മത്സ്യത്തൊഴിലാളി സമൂഹങ്ങളുടെ കഠിനാധ്വാനത്തെയും കടലുമായുള്ള ഈ പ്രദേശത്തിൻ്റെ ആഴത്തിലുള്ള ബന്ധവുമാണ്. പറക്കും മത്സ്യങ്ങൾ വെള്ളത്തിൽ നിന്ന് കുതിച്ചുയർന്ന് തങ്ങളുടെ വലിയ ചിറകുകൾ വിടർത്തി മണിക്കൂറിൽ 56 കിലോമീറ്റർ വേഗതയിൽ ഗ്ലൈഡ് ചെയ്യാറുണ്ട്. മത്സ്യത്തിൻ്റെ ഈ സ്വാഭാവികമായ വായുസഞ്ചാര ഘടനയും ഒഴുക്കൻ രൂപവും വിമാനങ്ങളുടെ സുഗമമായ പറക്കലിനും ആധുനിക വ്യോമയാന എഞ്ചിനീയറിംഗിനും ഏറ്റവും അനുയോജ്യമായ പ്രചോദനമാണ്. പറക്കും മത്സ്യം ചിറകുവിടർത്തി നിൽക്കുന്നത് പോലെ സുന്ദരവും വശ്യവുമായ വക്രരേഖയിലാണ് ടെർമിനലിൻ്റെ മുകൾ ഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. ആന്ധ്രയിലെ പരമ്പരാഗത ചുറ്റിലുകുടിലുകളുടെ ഘടനയും അരക്കു താഴ്വരയുടെ മലനിരകളുടെ ഭംഗിയും ഈ മേൽക്കൂരയുടെ ഡിസൈൻ സമന്വയിച്ചിരിക്കുന്നു. തീരപ്രദേശങ്ങൾ ഉണ്ടാകാനിടയുള്ള കടുത്ത ചുഴലിക്കാറ്റുകളെ ചെറുക്കാനും മണിക്കൂറിൽ 275 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റിനെ പ്രതിരോധിക്കാനും ഈ എഞ്ചിനീയറിംഗ് വിസ്മയത്തിന് സാധ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും പുതിയതും അതിനൂതനവുമായ അന്താരാഷ്ട്ര ഗ്രീൻഫീൽഡ് എയർപോർട്ട് 5640 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചതിൻ്റെ ക്രെഡിറ്റ് GMR ഗ്രൂപ്പിന് സ്വന്തം. ഡിജി യാത്രാ പോഡുകൾ, ഫേഷ്യൽ റെക്കഗ്നേഷൻ സിസ്റ്റം, ഓട്ടോമാറ്റിക് ബാഗേജ് ഡ്രോപ്പ് എന്നിവ ഇവിടെയുണ്ട്. ആന്ധ്രയുടെ പരമ്പരാഗത എറ്റിക്കൊപ്പാക്ക കളിപ്പാട്ടങ്ങൾ, കലങ്കാരി ചിത്രങ്ങൾ, സുന്ദരമായ ഇൻഡോർ ഗാർഡൻ എന്നിവയെല്ലാമുള്ള ഈ എയർപോർട്ടിൻ്റെ റൺവേ 3800 മീറ്റർ നീളമുള്ളതാണ്. ഇന്ത്യയുടെ അടുത്ത ലെവൽ അത്ഭുതമായ ഈ എയർപോർട്ട് വരും ദിവസങ്ങളിൽ ഏറ്റവും തിരക്കേറിയ എയർപോർട്ടായി മാറുമെന്നതിൽ സംശയമില്ല. ജയ് ഹിന്ദ്.